ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഫെറീസ് നിർമ്മിക്കുന്ന ഷിപ്പ്യാർഡ്. അപ്പോൾ എവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്നത്? ഇന്ത്യയിലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഫെറീസ് നിർമ്മിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് നിർമ്മിക്കുന്നത്? ഒരു നോർവേ കമ്പനിക്ക് വേണ്ടി, നോർവേ ASCO മാരിടൈം എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയാണ് ഈ ആദ്യത്തെ ഫുള്ളി ഇലക്ട്രിക് ഫെറീസ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫണ്ട് നോർവേ ഗവൺമെന്റ് ആണ് ഇതിന്റെ പാർഷ്യലി ഫണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ഫെറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫുള്ളി ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഫെറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എമിഷൻ ഫ്രീ ട്രാൻസ്പോർട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ഓട്ടോണമസ് ഇലക്ട്രിക് ഫെറീസ് ആണ് ഇവർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ നോർവേ പ്രൊജക്ടിന് വേണ്ടി 2 ഓട്ടോണമസ് ഇലക്ട്രിക് ഫെറീസ് ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്നത്. ഏകദേശം 125 കോടിയാണ് ഇതിന് ചെലവ് വരുന്നത്. ഏകദേശം 125 കോടിയാണ് ഈ ഫെറീസ് നിർമ്മിക്കുന്നതിനുള്ള ചെലവായിട്ട് പറയുന്നത്. ഇതിന്റെ ഈ വെസൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നേവൽ ഡയനാമിക്സ് നോർവേയാണ്. നേവൽ ഡയനാമിക് നോർവേയാണ് ഇതിന്റെ വെസൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റി. കൊച്ചിൻ ഷിപ്പ്യാർഡ് മുൻപ് 23 ഹൈബ്രിഡ് ഇലക്ട്രിക് ബോട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി 23 ഹൈബ്രിഡ് ഇലക്ട്രിക് ബോട്ടുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റി പറയുമ്പോൾ MD എന്ന് പറയുന്നത് മധു S നായരാണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഫെറീസ് നിർമ്മിക്കുന്ന ഷിപ്പ്യാർഡ് ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. നോർവേ പ്രോജക്റ്റ് ആണ്. നോർവേ ASCO മാരിടൈം എന്നുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടിയാണ് 2 ഷിപ്പുകൾ നിർമ്മിക്കുന്നത്. നോർവേ പറ്റി പഠിക്കുമ്പോൾ നോർവേയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓസ്ലോയാണ്. അവരുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് എർണ സോൾബർഗ് ആണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. നോർവിയൻ ക്രോൺ ആണ് അവരുടെ കറൻസി എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. അടുത്ത ചോദ്യം ഇതാണ്. 2020 ജൂലൈയിൽ ഇന്ത്യയുമായി സൈബർ സെക്യൂരിറ്റി പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ട രാജ്യം. അപ്പോൾ ഈ 2020 ജൂലൈയിൽ ഇന്ത്യയുമായിട്ട് ഒരു രാജ്യം സൈബർ സെക്യൂരിറ്റി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് ഏത് രാജ്യം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലുമായി ആയിട്ടാണ് ഇന്ത്യ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി പാർട്ണർഷിപ്പിൽ ധാരണ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ 2020 ജൂലൈയിലാണ്. സൈബർ ഭീഷണികൾ നേരിടുന്നതിൽ ഒരുമിച്ച് നിൽക്കുവാൻ വേണ്ടിയാണ് ഇസ്രായേലുമായിട്ട് ഈ ധാരണയിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇപ്പോൾ 2018 ജനുവരി മുതൽ ഈ സൈബർ രംഗത്ത് ഇസ്രായേലുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ധാരണയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, 2020 ജൂലൈയിൽ ഇന്ത്യയുമായിട്ട് സൈബർ സെക്യൂരിറ്റി പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിനെ പറ്റി പറയുമ്പോൾ ഇസ്രായേലിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജെറുസലേമാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ഷെക്കേലാണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. റൂബൻ റിവ്ലിനാണ് പ്രസിഡന്റ്. ബെഞ്ചമിൻ നെതന്യാഹുവാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്, അവരുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ അതിനോടൊപ്പം ചേർത്ത് പഠിക്കണം. ചോദ്യം ഇതായിരുന്നു, 2020 ജൂലൈയിൽ ഇന്ത്യയുമായിട്ട് സൈബർ സെക്യൂരിറ്റി പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ജെറുസലേമാണ്. ഇസ്രായേൽ ഷെക്കേലാണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. റൂബൻ റിവ്ലിനാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവാണ് അവരുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ഡേ ഓഫ് ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയുന്നതാണ് ജൂലൈ 17, അല്ലെങ്കിൽ ദ ഇന്റർനാഷണൽ ഡേ ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് ഡേ എന്ന് പറയുന്നത് ഏതാണ്? ജൂലൈ 17 ഈ ദിവസം ആചരിക്കുന്നത്. ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ICC ആണ്. ICC എന്ന് പറയും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ് ICC എന്ന് പറയുന്നത്. അപ്പോൾ ICCയെ പറ്റി പറയുമ്പോൾ ഹേഗാണ്. ഇതിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഹേഗാണ്. അപ്പോൾ ഹേഗാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ICCയുടെ. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഡേ ഓഫ് ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ദ ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് ഡേ എന്ന് പറയുന്നത് ജൂലൈ 17 ICC ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ICC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഹേഗാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഹേഗാണ്. ഇനി അടുത്ത ചോദ്യം, 2020 ജൂലൈയിൽ ഇന്ത്യയുമായിട്ട് പുതിയ ട്രേഡ് റൂട്ട് ആരംഭിച്ച രാജ്യം. അപ്പോൾ ഈ ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് പുതുതായിട്ടൊരു ട്രേഡ് റൂട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ബിസിനസ് പങ്കാളി ആയിരിക്കുന്നു. ആരാണ്? ഭൂട്ടാനാണ്. അപ്പോൾ ഭൂട്ടാനാണ്
2020 ജൂലൈയിൽ ഇന്ത്യയുമായിട്ട് ട്രേഡ് റൂട്ട് ആരംഭിച്ചിരിക്കുന്ന ആരാണ്? ഭൂട്ടാൻ. ഇപ്പോൾ ഭൂട്ടാനെ പറ്റി പറയുമ്പോൾ ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ എന്ന ലൊഡേയ് ഷെറിംഗ് ആണ്. അതുപോലെയാണ് ക്യാപിറ്റൽ തിംഫിയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, 2020 ജൂലൈയിൽ ഇന്ത്യയുമായിട്ട് പുതിയ ട്രേഡ് റൂട്ട് ആരംഭിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇനി അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം ഇതാണ്, 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന രാജ്യം ഖത്തറിലാണ്. ഖത്തറിൽ വെച്ചാണ് 2022 വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നത്. ഖത്തറിൽ വെച്ചാണ്. ഏകദേശം 32 ടീമുകളാണ് ഇപ്പോൾ മത്സരിക്കാനുള്ളത്. ഇതിനു മുമ്പ് അവസാനം നടന്നത് 2018 എവിടെ വെച്ചാണ് നടന്നത്? റഷ്യയിൽ വെച്ചാണ് നടന്നത്. അന്നത്തെ ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസും ക്രൊയേഷ്യയും കൂടിയാണ് മത്സരിച്ച്. ഫ്രാൻസ് ആണ് 2018 വിജയികളായിരുന്നത്. ക്രൊയേഷ്യയാണ് റണ്ണറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാൻസ് 2 പ്രാവശ്യം വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം കിരീടം നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയിരിക്കുന്ന ആരാണ്? ബ്രസീലാണ്. 5 തവണയാണ് ബ്രസീൽ കിരീടം നേടിയിരിക്കുന്നത്. അപ്പോൾ 2018 റഷ്യയിൽ വെച്ചാണ് നടന്നത്. 2022 നടക്കാൻ പോകുന്നത് എവിടെ വെച്ചാണ്? ഖത്തറിൽ വെച്ചാണ്. ഏകദേശം 32 ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഖത്തറിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ദോഹയാണ്. അതുപോലെ കറൻസി എന്ന് പറയുന്നത് ഖത്തർ റിയാലാണ്. അവരുടെ കറൻസി എന്ന് പറയുന്നത്. ദോഹയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഫിഫ വേൾഡ് കപ്പ് മത്സരം നടക്കുന്ന ആദ്യത്തെ അറബ് രാജ്യം എന്ന് പറയുന്നത് ഖത്തറാണ്. അപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 2019 ഫിഫ വേൾഡ് കപ്പ് റാങ്കിംഗ് പ്രകാരം 108ാം സ്ഥാനത്താണ് ഇന്ത്യ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഇന്ത്യ ഒഴികെ മറ്റുള്ള ടീമുകൾ 32 ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെയാണ്? ഖത്തറിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ഫിഫയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് സൂറിച്ചാണ്. സ്വിറ്റ്സർലാൻഡ് സൂറിച്ചാണ് ഇതിന്റെ ആസ്ഥാനം. ഫിഫയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗിയാനി ഇൻഫാന്റിനോ ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ ആണ്. സൂറിച്ച് സ്വിറ്റ്സർലാൻഡ് ആണ് ഇതിന്റെ ഫിഫയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു ഒരിക്കൽ കൂടി, 2022 ഫിഫ ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഖത്തറിൽ വെച്ചാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അവസാനം നടന്നത് 2018 റഷ്യയിൽ വെച്ചാണ് നടന്നു പറഞ്ഞു. ആരൊക്കെയാണ് അതിൽ മത്സരിച്ചത്? ഫൈനൽ മത്സരം ഫ്രാൻസും അതുപോലെ ക്രൊയേഷ്യയായിരുന്നു. ഫ്രാൻസ് ആണ് 2018 ലോക ചാമ്പ്യന്മാരാണെന്ന് പറഞ്ഞു. ഇനി ഇത് മത്സരം സംഘടിപ്പിക്കുന്ന ആരാണ്? ഫിഫയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഫിഫയുടെ ഫുൾ നെയിം എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ്. എവിടെയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? സൂറിച്ച് സ്വിറ്റ്സർലാൻഡ് ആണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഫിഫയുടെ ജിയാനി ഇൻഫാന്റിനോ ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി ഖത്തറിലാണ് ഇത് ആദ്യമായിട്ട് ഒരു അറബ് രാജ്യത്തിൽ ഫിഫ ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെയാണ്? ഖത്തറിൽ വെച്ചാണ്. ഇന്ത്യ ഇതിൽ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? വേൾഡ് റാങ്കിങ്ങിൽ 108ാം സ്ഥാനത്താണ്. ഇനി ഖത്തറിന്റെ തലസ്ഥാനം ഏതാണ്? ദോഹയാണ്. ഖത്തർ റിയാലാണ് അവരുടെ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായ വർഷം ഏത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റ് ആരാണ്? അശോക് ലാവാസയാണ്. ഇതിന്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാറ്റുലേഷൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്